ഹലോ സുഹൃത്ത്, നമസ്കാരം. JD's കറണ്ട് അഫേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് മാർച്ച് 6, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സുമായി JD's കറണ്ട് അഫേഴ്സ്. പുതിയ കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കൂ. അതെപ്പോഴും നമ്മുടെ കോൺഫിഡൻസ് ആണ് വർദ്ധിപ്പിക്കുന്നത്. നമുക്ക് ഇന്നത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്: കേരള ടൂറിസം റിസീവ് 2 ഇന്റർനാഷണൽ അവാർഡ്. കേരള ടൂറിസത്തിന് 2 അന്താരാഷ്ട്ര അവാർഡുകൾ ലഭിച്ചു. ടൂറിസവുമായി ബന്ധപ്പെട്ട ഒരു കറണ്ട് അഫേഴ്സ് ആണ്. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ITB ബെർലിൻ 2025 ഗോൾഡൻ സിറ്റി ഗേറ്റ് അവാർഡുകൾ കേരള ടൂറിസത്തിന് ലഭിച്ചത് ഏത് ക്യാമ്പയിനാണ്? കം ടുഗദർ ഇൻ കേരള, കേരളത്തിൽ ഒരുമിച്ച് വരും. ഇപ്പോൾ കം ടുഗദർ ഇൻ കേരള എന്നൊരു ക്യാമ്പയിൻ, ആ ക്യാമ്പയിനാണ് ITB ബെർലിൻ, അതായത് വേൾഡിൽ തന്നെ പറയുമ്പോൾ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള, ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു ട്രാവൽ മാർട്ടിലാണ് കേരള ടൂറിസത്തിന് ഗോൾഡൻ സിറ്റി ഗേറ്റ് അവാർഡ് ലഭിച്ചിട്ടുള്ളത്. ITB ബെർലിൻ മ്യൂസിക് ഇന്റർനാഷണൽ വിഭാഗത്തിൽ ഏത് മ്യൂസിക് വീഡിയോയ്ക്കാണ് കേരള ടൂറിസത്തിന് എക്സലന്റ് അവാർഡ് ലഭിച്ചത്? ശുഭമംഗല്യം വെഡ്ഡിംഗ് ഇൻ കേരളാസ്. ശുഭമംഗല്യം കേരളത്തിലെ വിവാഹങ്ങൾ എന്ന ഒരു മ്യൂസിക്, ആ ഒരു ഗാനത്തിനാണ് മ്യൂസിക് ഇന്റർനാഷണൽ കാറ്റഗറി എന്ന അവാർഡ്, എക്സലന്റ് അവാർഡ് ലഭിച്ചിട്ടുള്ളത്. ഇത് ലഭിച്ചിട്ടുള്ളത് ITB ബെർലിൻ എന്ന ട്രാവൽ മാർട്ടിലാണ്. ട്രാവൽ മാർട്ട് എന്ന് പറയുമ്പോൾ ട്രാവൽസ് ആയി ബന്ധപ്പെട്ട ഒരു മേളയാണ്. ഏതാണ്ട് 1 lakh പ്ലസ് ട്രാവൽ ഇൻഡസ്ട്രീസ് ആണ് ITB ബെർലിനിൽ പങ്കെടുക്കുന്നത് ഓരോ വർഷവും. ഇന്റർനാഷണൽ ടൂറിസം ബോസ് ബെർലിൻ ITB ബെർലിൻ സംഘടിപ്പിച്ചത് എവിടെയാണ്? മെസ്സെ ബെർലിൻ. ITB എന്നാൽ ഇന്റർനാഷണൽ ടൂറിസ്മസ് ബോസ് ബെർലിൻ. ഇതൊരു ജർമ്മൻ ഭാഷയാണ്. ഇതിലാണ് ഈ ഒരു ടൂറിസം മേള അറിയപ്പെടുന്നത്. ITB ബെർലിൻ എന്ന പേരിലാണ്. ബെർലിൻ നമുക്കറിയാം, ബെർലിൻ ഇസ് ദ ക്യാപിറ്റൽ ഓഫ് ജർമ്മനി, അല്ലേ? ജർമ്മനിയുടെ ക്യാപിറ്റൽ ആണ് ബെർലിൻ. ബെർലിനിലെ മെസ്സെ എന്ന സ്ഥലത്താണ് ITB ബെർലിൻ എന്ന ഈ ഒരു ട്രാവൽ മാർട്ട് നടന്നിട്ടുള്ളത്. 1966 സ്ഥാപിതമായ ലോകത്തിലെ ഏറ്റവും വലിയ ട്രാവൽ മാർട്ടുകളിൽ ഒന്ന് ഏതാണ്? ITB ബെർലിൻ. ITB ബെർലിൻ 1966 ആരംഭിച്ചിട്ടുള്ള ഏറ്റവും പഴക്കം ചെന്നിട്ടുള്ള ഒരു ട്രാവൽ മാർട്ട്, ഒരു ട്രാവൽ മേളയാണ്. ഇന്നിപ്പോൾ കേരളത്തിന് ഈ ഒരു മേളയിലാണ് 2 അവാർഡ് ലഭിച്ചിട്ടുള്ളത്. ഒന്ന് ഗോൾഡൻ സിറ്റി ഗേറ്റ് അവാർഡും മറ്റൊന്ന് എക്സലന്റ് അവാർഡ് ഇൻ ദി മ്യൂസിക് ഇന്റർനാഷണൽ കാറ്റഗറിയിലും. ശുഭമംഗല്യം വെഡ്ഡിംഗ് ഇൻ കേരള, കം ടുഗദർ ഇൻ കേരള എന്നീ 2 കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളിലേക്കാണ് കേരളത്തിന് അവാർഡ് ലഭിച്ചിട്ടുള്ളത് ITB ബെർലിനിലെ. ഇന്നത്തെ മറ്റൊരു ന്യൂസ് ഹെഡിംഗ് ആണ് ന്യൂ പാസ്പോർട്ട് റൂൾ, പുതിയ പാസ്പോർട്ട് നിയമം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ്. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഏറ്റവും പുതിയ ഭേദഗതി പ്രകാരം ഏത് തീയതി മുതൽ ഇന്ത്യൻ പാസ്പോർട്ടിന് ഏക തെളിവായി ജനന സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്? 2023 ഒക്ടോബർ 1. ഇത് കഴിഞ്ഞ വർഷം പ്രഖ്യാപിച്ച ഒന്നായിരുന്നു. അതായത് ഒക്ടോബർ 1, 2023 മുതൽ പ്രാബല്യത്തിൽ വരുന്ന ഒരു നിയമം. പാസ്പോർട്ടിന് ഇനി ബർത്ത് സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ് എന്ന ലെവലിലുള്ള, അത് മാത്രം മതി പാസ്പോർട്ടിന് പ്രൂഫ് ആയിട്ട്. ഈ ഒരു നിയമം ആണ് ഇപ്പോൾ അത് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതായത് 2023 ഒക്ടോബർ 1 മുതൽ പ്രാബല്യത്തിൽ വരുന്ന ഒരു നിയമം ആയിരിക്കുള്ളൂ. ഇന്ത്യൻ പാസ്പോർട്ടിൽ വന്നിട്ടുള്ള ഒരു നിയമം ആണ്. അതായത് ബർത്ത് സർട്ടിഫിക്കറ്റ് ആയിരിക്കുള്ളൂ ഇനിയിപ്പോൾ ഒരൊറ്റ ഡോക്യുമെന്റ് വേണ്ടി വരിക പാസ്പോർട്ട് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി. ജനന സർട്ടിഫിക്കറ്റുകൾ ഏക തെളിവായി നിർബന്ധമാക്കുന്നതിന് ഏത് വർഷത്തെ പാസ്പോർട്ട് നിയമം ഭേദഗതി ചെയ്തു? 1980 പാസ്പോർട്ട് നിയമങ്ങൾ, 1980 പാസ്പോർട്ട് റൂൾ. ഈ ഒരു നിയമം ആണ് മാറ്റിയിട്ടുള്ളത്, അതായത് അമെൻഡ് ചെയ്തിട്ടുള്ളത്, ഭേദഗതി ചെയ്തിട്ടുള്ളത്. ബർത്ത് സർട്ടിഫിക്കറ്റ് ഇനി മാൻഡേറ്ററി ആണ്, നിർബന്ധമാണ് ആസ് എ സോൾ പ്രൂഫ്, ഒരു ഏക തെളിവായിട്ട്. 2025 കണക്കനുസരിച്ച് ഹെൻലി പാസ്പോർട്ട് സൂചികയിൽ ഇന്ത്യയുടെ പാസ്പോർട്ട് റാങ്ക് എത്രയാണ്? 85ാം റാങ്ക്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ട് കൂടിയാണത്. അതായത് ഇത് വന്നിട്ട് 2 മാസം മുമ്പ് വന്നിട്ടുള്ള റിപ്പോർട്ട് ആണ്. ഹെൻലി പാസ്പോർട്ട് പ്രകാരം ഇന്ന് ഇന്ത്യയുടെ റാങ്ക് എന്ന് പറയുമ്പോൾ 85ാമത്തെ റാങ്ക് ആണ്. കഴിഞ്ഞ വർഷം പക്ഷേ 80ാമത്തെ റാങ്ക് ആയിരുന്നു. എന്നാൽ ഇപ്പോൾ 5 റാങ്ക് പിന്നിലേക്ക് പോയി ഇന്ത്യ. ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ ഇന്ന് ലോകത്തിൽ പറയുമ്പോൾ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു സൂചികയാണ്. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ് ഇൻഷുറൻസ് ആയി ബന്ധപ്പെട്ടതാണ്. ഡ്രൈവർ മദ്യപിച്ചിട്ടുണ്ടെങ്കിലും ഇൻഷുറൻസ് കമ്പനികൾ നഷ്ടപരിഹാരം നൽകണം. ഇതൊരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്തയാണ്. അതായത് ഡ്രൈവർ മദ്യപിച്ചിട്ടുണ്ടെങ്കിലും ഇൻഷുറൻസ് കമ്പനികൾ നഷ്ടപരിഹാരം നൽകണം എന്നുള്ള ഒരു വാർത്ത. ഏത് കോടതിയാണ്
ഇത് ശരിവച്ചിട്ടുള്ളതും സപ്പോർട്ട് ചെയ്തിട്ടുള്ളതും. നമുക്ക് കറണ്ട് അഫയേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഡ്രൈവർ മദ്യപിച്ചിട്ടുണ്ടെങ്കിലും ഇൻഷുറൻസ് കമ്പനികൾ നഷ്ടപരിഹാരം നൽകണമെന്ന് ഏത് ഹൈക്കോടതിയാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത്? മദ്രാസ് ഹൈക്കോടതി. അതായത് മദ്രാസ് ഹൈക്കോടതിയുടെ ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഓർഡർ ആണ് ഡ്രൈവർ മദ്യപിച്ചിട്ടുണ്ടെങ്കിലും ഇൻഷുറൻസ് കമ്പനികൾ ആ നഷ്ടപരിഹാരം നൽകാൻ ബാധ്യസ്ഥരാണ്. 2017 നടന്നിട്ടുള്ള കേസ് ആണ്. അതായത് ഒരു കാൽനടക്കാരനെ ഒരു പിക്കപ്പ് വാൻ വന്ന് ഇടിക്കുകയും പിക്കപ്പ് വാനിൽ ഉണ്ടായിരുന്ന ആ ഡ്രൈവർ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. ഇതനുസരിച്ചുള്ള കേസിൽ ഇൻഷുറൻസ് കമ്പനികൾ വളരെ ചെറിയൊരു എമൗണ്ട് മാത്രമേ ആ മരിച്ച വ്യക്തിക്ക് നൽകിയിരുന്നുള്ളൂ. എന്നാൽ പിന്നീട് ഹൈക്കോടതിയിൽ വരികയും ആ കേസ്, അതായത് ഡ്രൈവർ മദ്യപിച്ചിട്ടുണ്ടെങ്കിലും നടന്നു പോകുന്ന വ്യക്തിയുടെ തെറ്റല്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു നിയമം ആയിരുന്നു വന്നിട്ടുള്ളതും. അതനുസരിച്ചാണ് ഇപ്പോൾ വന്നിട്ടുള്ള പുതിയ മാറ്റം. അതായത് ഡ്രൈവർ മദ്യപിച്ചിട്ടുണ്ടെങ്കിലും ജീവൻ എന്ന് പറയുമ്പോൾ ആ ജീവൻ തന്നെയാണ്. യാതൊരു തരത്തിലും ഇൻഷുറൻസ് കമ്പനിക്ക് പൈസ കുറയ്ക്കാനുള്ള അവകാശമില്ല എന്ന് പറഞ്ഞുള്ള ഒരു പുതിയൊരു ഓർഡർ ആണ് വന്നിട്ടുള്ളത്. ഇന്ത്യയിലെ ആദ്യത്തെ ജനറൽ ഇൻഷുറൻസ് ഏതാണ്? ട്രൈറ്റൺ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്നിട്ടുള്ള ആദ്യത്തെ ഇൻഷുറൻസ് കമ്പനിയാണ് ട്രൈറ്റൺ ഇൻഷുറൻസ് കമ്പനി. 1850 ട്രൈറ്റൺ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡ് സ്ഥാപിതമായിട്ടുള്ളത്. ഇത് ബ്രിട്ടീഷ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ്. പിന്നീട് 1918 വെസ്റ്റ് ബംഗാൾ കൊൽക്കട്ടയിൽ ഈ കമ്പനി ഒരു നോൺ ഗവൺമെന്റൽ ഇൻഷുറൻസ് കമ്പനി എന്ന ലെവലിൽ സ്ഥാപിതമായിട്ടുള്ളത്. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ് ദ സെക്കൻഡ് എഡിഷൻ ഓഫ് ദി ഖേലോ ഇന്ത്യ പാരാ ഗെയിംസ്. ഖേലോ ഇന്ത്യ പാരാ ഗെയിംസ് 2ാം പതിപ്പ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള തീരുമാനമാണ്. ഡേറ്റ് പ്രഖ്യാപിച്ചു. ഖേലോ ഇന്ത്യ പാരാ ഗെയിംസ് എത്രാമത്തെ ഖേലോ ഇന്ത്യ പാരാ ഗെയിംസ് ആണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്? നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഖേലോ ഇന്ത്യ പാരാ ഗെയിംസ് 2025 2ാം പതിപ്പ് 2025 മാർച്ച് 20 മുതൽ മാർച്ച് 27 വരെ എവിടെയാണ് നടക്കുക? ന്യൂഡൽഹി. ഖേലോ ഇന്ത്യ പാരാ ഗെയിംസ് പ്രഖ്യാപിച്ചു. വരാൻ പോകുന്ന മാർച്ച് 20 മുതൽ 27 വരെ ആയിരിക്കുള്ളൂ. ന്യൂഡൽഹിയിൽ വെച്ചാണ് ഖേലോ ഇന്ത്യ പാരാ ഗെയിംസ് നടക്കാൻ പോകുന്നത്. ഇത് 2ാമത്തെ ഖേലോ ഇന്ത്യ പാരാ ഗെയിംസ് ആണ്. 1ാമത്തെ പാരാ ഗെയിംസും ഇത് നടന്നിട്ടുള്ളത് ന്യൂഡൽഹിയിൽ വെച്ചായിരുന്നു. ഇപ്പോൾ ദ സെക്കൻഡ് പാരാ ഗെയിംസ് ഇത് നടക്കാൻ പോകുന്നത് മാർച്ച് 20 മുതൽ മാർച്ച് 27 വരെയാണ്. ഖേലോ ഇന്ത്യ പാരാ ഗെയിംസ് 2025 2ാം പതിപ്പിൽ എത്ര അത്ലറ്റ്സുകൾ പങ്കെടുക്കും? 1200 അത്ലറ്റ്സ്. 1200 അത്ലറ്റ്സ് ആണ് പങ്കെടുക്കാൻ പോകുന്നത് ഖേലോ ഇന്ത്യ പാരാ ഗെയിംസിന്റെ 2ാം പതിപ്പിൽ. ഖേലോ ഇന്ത്യ പാരാ ഗെയിംസ് 2023 ആദ്യ പതിപ്പിൽ ഏറ്റവും കൂടുതൽ മെഡലുകൾ നേടിയ സംസ്ഥാനം ഏതാണ്? 40 സ്വർണവുമായി ഹരിയാന. ഹരിയാനയാണ് ഏറ്റവും കൂടുതൽ ഗോൾ നേടിക്കൊണ്ട്, അതായത് സ്വർണം നേടിക്കൊണ്ട് ഏറ്റവും ടോപ്പിലെത്തിയിട്ടുള്ളത്. 2ാം സ്ഥാനം, 2-3 സ്ഥാനം തമിഴ്നാട്, UP ആണ്. ഏറ്റവും ടോപ്പ് ലെവലിൽ ഹരിയാന 40 ഗോൾസ് ആണ് നേടിയിട്ടുള്ളത്. ഖേലോ ഇന്ത്യ പാരാ ഗെയിംസ് 2025 ആരാണ് സംഘടിപ്പിക്കുന്നത്? സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ. സായ് ആണ്. സായ് എന്നാൽ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയാണ് ഖേലോ ഇന്ത്യ പാരാ ഗെയിംസ് നടത്താൻ പോകുന്നത്. ഇന്നിപ്പോൾ ഖേലോ ഇന്ത്യ 4 ടൈപ്പ് ഉണ്ട്. ഒന്ന് ഖേലോ ഇന്ത്യ യൂത്ത്, ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസ്, ഖേലോ ഇന്ത്യ പാരാ ഗെയിംസ്, ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ് DRDO കണ്ടക്റ്റഡ് ട്രയൽസ് ഓഫ് ഇൻഡിജീനിയസ് ഇൻറ്റിഗ്രേറ്റഡ് ലൈഫ് സപ്പോർട്ട് സിസ്റ്റം. തദ്ദേശീയ ഇൻറ്റിഗ്രേറ്റഡ് ലൈഫ് സപ്പോർട്ട് സിസ്റ്റത്തിന്റെ പരീക്ഷണങ്ങൾ DRDO നടത്തി. ഇന്നലത്തെ പത്രത്തിൽ ഡിഫൻസ് ആയി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഒരു കറണ്ട് അഫയേഴ്സ് ആണ്. മിക്കവാറും എല്ലാ പത്രങ്ങളിൽ വന്നിട്ടുള്ള ഒരു വാർത്തയാണ് DRDOയുടെ ഈ ഒരു പുതിയ പരീക്ഷണം. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 മാർച്ച് 4 പൈലറ്റുമാർക്കായി തദ്ദേശീയ ലൈഫ് സപ്പോർട്ട് സിസ്റ്റത്തിന്റെ ഉയരത്തിലുള്ള പരീക്ഷണങ്ങൾ DRDO ഏത് വിമാനത്തിലാണ് നടത്തിയത്? തേജസ് ലൈറ്റ് കോമ്പാറ്റ് എയർക്രാഫ്റ്റ്. തേജസ് എന്ന ഒരു വിമാനം അത് ഇന്ത്യ നിർമ്മിച്ചിട്ടുള്ള ഒരു വിമാനമാണ്. HAL നിർമ്മിച്ചിട്ടുള്ള വിമാനമാണ്. സാധാരണയായിട്ട് പൈലറ്റുമാർ അവർക്ക് വേണ്ട ഓക്സിജൻ അതൊരു ഓക്സിജൻ സിലിണ്ടർ എന്ന ലെവലിലാണ് കൊണ്ടുപോകുന്നത്. എന്നാൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇന്ത്യ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു പുതിയ സിസ്റ്റം, അതായത് ഓക്സിജൻ വിമാനത്തിനകത്ത് തന്നെ അതിനെ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു പുതിയ സിസ്റ്റം ആണ് കണ്ടുപിടിച്ചിട്ടുള്ളത്. ഇതിന്റെ പരീക്ഷണം DRDO വളരെ വിജയകരമായി നടത്തി. അതായത് ഇതിനെ പറയുന്ന ഒന്നാണ് ലൈഫ് സപ്പോർട്ട് ഹൈ ആൾട്ടിറ്റ്യൂഡ് ട്രയൽസ് ഓൺ ഇൻഡിജീനിയസ് ലൈഫ് സപ്പോർട്ട് സിസ്റ്റം ഫോർ പൈലറ്റ്സ് ഓൺ ബോർഡ്. DRDOയുടെ ഏത് ലാബിലാണ് തദ്ദേശീയ ഓൺ ബോർഡ് ഓക്സിജൻ ജനറേറ്റിംഗ് സിസ്റ്റം അടിസ്ഥാനമാക്കിയുള്ള ഇൻറ്റിഗ്രേറ്റഡ് ലൈഫ് സപ്പോർട്ട് സിസ്റ്റം വികസിപ്പിച്ചെടുത്തത്?
ഡിഫൻസ് ബയോ എഞ്ചിനീയറിംഗ് ആൻഡ് ഇലക്ട്രോ മെഡിക്കൽ ലബോറട്ടറി. ഡിഫൻസ് ബയോ എഞ്ചിനീയറിംഗ് ആൻഡ് ഇലക്ട്രോ മെഡിക്കൽ ലബോറട്ടറി ഇത് ബാംഗ്ലൂരാണ്. ഇവിടെയാണ് ഓൺബോർഡ് ഓക്സിജൻ ജനറേറ്റിംഗ് സിസ്റ്റം, ഫൈറ്റർ വിമാനങ്ങൾക്ക് പറന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിൽ ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു പുതിയ സിസ്റ്റം ആണ്, അതായത് ഇൻറ്റിഗ്രേറ്റഡ് ലൈഫ് സപ്പോർട്ട് സിസ്റ്റമാണ് ഇപ്പോൾ നിർമ്മിച്ചിട്ടുള്ളത് ബാംഗ്ലൂരിലുള്ള ഡിഫൻസ് ബയോ എഞ്ചിനീയറിംഗ് ആൻഡ് ഇലക്ട്രോ മെഡിക്കൽ ലബോറട്ടറി. ഇത് DRDOയുടെ ഒരു ലാബ് ആണ്. തേജാസ് എന്ന വിമാനത്തിലാണ് ഇത് വളരെ സക്സസ്ഫുൾ ആയിട്ട് നടത്തിയിട്ടുള്ളത്. ഇന്നത്തെ കറണ്ട് അഫേഴ്സിലെ ലാസ്റ്റ് ഹെഡിങ് സ്പോർട്സ് ബന്ധപ്പെട്ട ഒരു കറണ്ട് അഫേഴ്സ് ആണ്. ശരത് കമാൽ പ്രിപ്പയർസ് ടു സെർവ് അപ്പ് ഹിസ് ഫെയർവെൽ ഇൻ ചെന്നൈ. ചെന്നൈയിൽ തന്റെ വിടവാങ്ങൽ ചടങ്ങ് നടത്താൻ ശരത് കമൽ തയ്യാറെടുക്കുന്നു. ഇന്ത്യൻ സ്പോർട്സ് താരമായിട്ടുള്ള ശരത് കമാൽ അദ്ദേഹത്തിന്റെ റിട്ടയർമെന്റ് അനൗൺസ് ചെയ്തു. ഏത് മേഖലയിലാണ് ശരത് കമാൽ തിളങ്ങി നിൽക്കുന്ന ഒരു താരം? നമുക്ക് ഈ കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 മാർച്ച് 5 കായിക രംഗത്ത് നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച ഒളിമ്പിക് താരം ശരത് കമൽ ഏത് മേഖലയിലെ ഏറ്റവും ഉയർന്ന റാങ്കുള്ള കളിക്കാരനായിരുന്നു? ടേബിൾ ടെന്നീസ്. ഇന്ത്യയിലെ പ്രൊഫഷണൽ ടേബിൾ ടെന്നീസ് താരമായിട്ടുള്ള ശരത് കമൽ അദ്ദേഹം വിടവാങ്ങൽ പ്രഖ്യാപിച്ചു. ഈ കഴിഞ്ഞ ദിവസം, അതായത് ബുധനാഴ്ച, ഇന്നലെയായിരുന്നു അദ്ദേഹം പ്രഖ്യാപിച്ചത്. അതായത് അദ്ദേഹത്തിന്റെ വിടവാങ്ങൽ. 42 വയസ്സാണ് ശരത് കമലിന്. കോമൺവെൽത്ത് ഗെയിംസിൽ ശരത് കമൽ എത്ര തവണ സിംഗിൾസ് ചാമ്പ്യൻ നേടി? 2 തവണ. 2 ടൈംസ് സിംഗിൾ ചാമ്പ്യൻ ആണ്. കോമൺവെൽത്ത് ഗെയിംസിൽ സ്വർണം കരസ്ഥമാക്കിയിട്ടുള്ള താരമാണ് ശരത് കമൽ. ഏറ്റവും വിജയകരമായ ഇന്ത്യൻ ടേബിൾ ടെന്നീസ് കളിക്കാരൻ ആരാണ്? ശരത് കമൽ. ഇന്ത്യയിലെ പ്രൊഫഷണൽ TT പ്ലെയർ ആണ്, ടേബിൾ ടെന്നീസ് പ്ലെയർ ആണ് ശരത് കമൽ. അദ്ദേഹം റാങ്കിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് ലെവൽ വരുന്ന ഒരു താരമാണ്. 5 തവണ ഒളിമ്പ്യനായ ശരത് കമലിന്റെ അവസാന പ്രൊഫഷണൽ മത്സരം ഏതാണ്? WTT ലോക ടേബിൾ ടെന്നീസ് 2025 ചെന്നൈ. ചെന്നൈയിൽ ഈ മാർച്ച് മാസം നടക്കാൻ പോകുന്ന ഒരു ഇന്റർനാഷണൽ ടൂർണമെന്റ് ഉണ്ട്, WTT വേൾഡ് ടേബിൾ ടെന്നീസ്. ഇതായിരിക്കുള്ളൂ ശരത് കമലിന്റെ അവസാനത്തെ മത്സരം, പ്രൊഫഷണൽ മത്സരം. 5 ടൈം ഒളിമ്പ്യനും 2 ടൈംസ് കോമൺവെൽത്ത് ഗെയിംസ് സ്വർണം കരസ്ഥമാക്കിയിട്ടുള്ള ശരത് കമൽ ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് ലെവൽ വരുന്ന റാങ്കിങ്ങിൽ 1ാം സ്ഥാനത്താണ്. അദ്ദേഹമാണ് ഈ മാർച്ച് 5, അതായത് ഇന്നലെ പ്രഖ്യാപിച്ചത് അദ്ദേഹത്തിന്റെ വിടവാങ്ങൽ. നമ്മളിന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണെന്ന് ഇവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. ജഡീസ് കറണ്ട് അഫേഴ്സിന്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.